देखो लंदन गया। लंदन गया आपका लड़का? अभी गया, 4 वर्ष हो गया है। अभी शायद तुम्हारे घर का वो वकील है। वकील है? वकील का काम कर पढ़ा, बहुत पढ़ा है। मेरा तबियत संभालो भक्त है, बाकी कुछ नहीं। मैं संभालूंगा। സമൂഹ മാധ്യമങ്ങളിൽ പ്രതിദിനം നിരവധി വീഡിയോകൾ ശ്രദ്ധ നേടാറുണ്ട്. ചില വീഡിയോകൾ നമ്മെ പൊട്ടിച്ചിരിപ്പിക്കുന്നതായിരിക്കാം, ചില വീഡിയോകൾ നമ്മെ ചിന്തിപ്പിക്കുന്നതായിരിക്കാം, ചില വീഡിയോകൾ നമ്മളുടെ ഹൃദയത്തെയൊക്കെ വേദനിപ്പിക്കുന്നതായിരിക്കാം. അത്തരത്തിലൊരു വീഡിയോ ആണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നത്. മുംബൈയിലെ ധാരാവിക്കടുത്തുള്ള ഒരു തെരുവിൽ നിന്നുള്ള വീഡിയോ ആണ്. ഈ തെരുവിൽ വയോധികനായിട്ടുള്ള ഒരു പിതാവ് ആരാരുമില്ലാതെ കഴിയുന്നതും അദ്ദേഹത്തെ ഒരു NGO സംഘടനയിൽപ്പെട്ട ഒരാൾ ശുശ്രൂഷിക്കുന്നതുമായിട്ടുള്ള വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുന്നത്. ആരോരുമില്ലാത്ത ഈ വൃദ്ധനെ ഈ NGOയിൽപ്പെട്ട യുവാവ് കൊണ്ടുപോകുന്നു. ശേഷം അയാളുടെ മുടി മുറിക്കുന്നു, അയാളെ കുളിപ്പിക്കുന്നു. അതായത് സ്വന്തം മക്കൾ ചെയ്യേണ്ട രീതിയിൽ ആ പിതാവിനെ കുളിപ്പിക്കുന്നു, നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു, നല്ല വസ്ത്രം കൊടുക്കുന്നു. ശേഷം ഈ പിതാവുമായി ഒരു അഭിമുഖം നടത്തുന്നുണ്ട്. ഈ അഭിമുഖത്തിൽ ഈ പിതാവ് പറയുന്നത് തനിക്ക് 2 ആൺമക്കളാണുള്ളത്. ഒരാൾ ലണ്ടനിലാണുള്ളത്, മറ്റൊരാൾ അഭിഭാഷകനാണ്. അവർ അവരുടെ ജോലിയിൽ മുഴുകിയ ഒരു സമയത്ത് എന്നെ നോക്കാൻ അവർക്ക് കഴിയാതെ വന്നു. അങ്ങനെ അവർ എന്നെ തെരുവിൽ ഉപേക്ഷിച്ചു പോയതാണ് എന്നാണ് ഈ വൃദ്ധൻ പറയുന്നത്. ഈ വൃദ്ധന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഈ മക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുകയാണ്. മക്കൾ സ്വാഭാവികമായും ഒരാൾ ലണ്ടനിലും ഒരാൾ അഭിഭാഷകനുമായി ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ മക്കളെ പഠിപ്പിക്കാൻ ഈ പിതാവ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. സാമ്പത്തികമായി കഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ശാരീരികമായി കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇത്തരത്തിൽ സാമ്പത്തികമായും ശാരീരികമായും കഷ്ടപ്പെട്ടുകൊണ്ട് തൻ്റെ 2 മക്കളെ ഉന്നത നിലയിലെത്തിച്ചപ്പോൾ ആ പിതാവ് പിന്നീട് ഈ മക്കൾക്ക് ഒരു ഭാരമായി മാറുകയും ആ പിതാവിനെ തെരുവിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സംഭവമാണ് ഈ വീഡിയോയിലൂടെ നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്നത്. ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനം ഈ പിതാവിനെതിരെ ഈ പിതാവിൻ്റെ മക്കൾക്കെതിരെ ഉയരുകയാണ്. കർമ്മ എന്നുള്ളൊരു സംഭവം ഉണ്ട് എന്നും തിരിച്ച് നാളുകളിൽ നിങ്ങൾക്കും ഇത് സംഭവിക്കാമെന്നും നിങ്ങളുടെ മക്കളുടെ ഭാഗത്ത് നിന്നും ഭാവിയിൽ നിങ്ങൾക്കിത് സംഭവിച്ചേക്കാമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വീഡിയോയിൽ പലരും പങ്കുവെക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.